നമസ്കാരം. ഹലോ. ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ? അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം, എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു 2-3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോട് കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്താണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30 തീയതി വരെ സി കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 ദിവസമല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പൊ ആ 30 ദിവസം എനിക്ക് വർക്ക് ഉണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്, വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാല ഇട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ആ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ അത് നാശമാക്കി കുളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവര് പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. 2 ദിവസം മുമ്പാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കമുള്ളവർ കാണിച്ചിട്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന് തള്ളി മറിച്ചത്. ആ വാർത്ത ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഒരു മുസ്ലിം യുവതി, അതും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന സ്വന്തമായി വരുമാന മാർഗമുള്ള ഒരു സ്ത്രീ പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി അവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ വൺ സൈഡ് മാത്രമാണ് മതേതരം, തിരിച്ചു കാണിക്കാൻ പാടില്ല എന്നാണ്. അവരുടെ വിശ്വാസമനുസരിച്ച് മറ്റൊരു മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളിലോ പ്രാർത്ഥനയിലോ ഒക്കെ പങ്കുകൊണ്ടാൽ അവർക്ക് സ്വർഗം കിട്ടില്ല എന്നാണല്ലോ വിശ്വാസം. അങ്ങനെയെങ്കിൽ അത് ചെയ്യുന്ന അവർക്കും, അതായത് ആ സ്ത്രീക്കും ആ ബോധ്യം ഉണ്ടായിരിക്കണമല്ലോ. അവർക്ക് വേണ്ടാത്ത ഒരു സ്വർഗം അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാനാണ് ഇത്തരക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തായാലും ബോധ്യമുണ്ടല്ലോ, ഈ വിശ്വാസമനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് ആ സ്വർഗം കിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊക്കെ ബോധ്യത്തോടു കൂടി തന്നെയാണല്ലോ അവർ ചെയ്തത്. അവർക്ക് വേണ്ടാത്തൊരു കാര്യം നിങ്ങളെന്തിനാണെന്നേ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഇത്തരം കാഴ്ചകളും ഇത്തരം ചെയ്തികളുമൊക്കെ നമ്മൾ നേരത്തെയും ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിച്ചതാണോ കേരള സ്റ്റോറി, അതോ പൊങ്കാലയിട്ട ഒരു മുസ്ലിം യുവതി ചെയ്തതിനെ തെറിവിളിയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് സുഡാപ്പികൾ കാണിക്കുന്നതാണോ കേരള സ്റ്റോറി എന്നാണ് സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സ്വർഗത്തിൽ നിന്ന് പുറത്തായി പോകുന്നതല്ല അവരുടെ പ്രശ്നം. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായി തങ്ങളുടെ മതത്തിലുള്ളവർ ചെയ്താൽ തങ്ങളെ മതത്തിൻ്റെ തന്നെ അടിത്തറ തകർന്നു പോകുമോ എന്നുള്ള പേടിയാണ്. പക്ഷേ ആ പേടി ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഇല്ല. എന്നാൽ അത്തരം പേടികൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ട് താനും. അതാണ് പ്രശ്നം, അത് മാത്രമാണ് പ്രശ്നം. അല്ലാതെ ഒരു യുവതി പോയി പൊങ്കാലയിൽ പങ്കെടുത്തതൊന്നുമല്ല ഇവരുടെ പ്രശ്നം.